പഠിച്ചു. കൈനമാറ്റിക് ഇക്വേഷൻസ് 3 നമ്മൾ പഠിച്ചു. V = U + AT പഠിച്ചു. S = UT + half AT² പഠിച്ചു. V² എന്താണ് U² + 2S 3 നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഇനി അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അടുത്ത ടോപ്പിക്കാണ് എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ് വെൻ വി അപ്ലൈ ബ്രേക്സ് ഓൺ എ വെഹിക്കിൾ, നമ്മൾ വാഹനത്തിനകത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ വാഹനം എന്ത് ചെയ്യും, നിൽക്കും അല്ലെ. എല്ലാ വാഹനങ്ങളും അന്നേരം നിൽക്കണമെന്നോ ഇല്ല. ചില വാഹനങ്ങൾ എന്ത് ചെയ്യും, ഒരു കുറച്ചും കൂടി ദൂരം മുന്നോട്ട് പോയ ശേഷമായിരിക്കും അവ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. അതായത് ഒരു വാഹനത്തിന് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആകുന്നതിന് തൊട്ട് മുമ്പ് വരെ അവ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വെൻ വി അപ്ലൈ brakes on a vehicle, it will stop after traveling a distance. That distance it travels before coming to rest is called stopping distance. Clear ആവുന്നുണ്ടോ? ഇപ്പൊ ട്രെയിൻ ബ്രേക്ക് ഇട്ടാ ട്രെയിൻ അവിടെ തന്നെ നിൽക്കുമോ? നിൽക്കത്തില്ല. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയിട്ടായിരിക്കും നിൽക്കുന്നത്, ട്രെയിൻ നിൽക്കുന്നത് ആണോ? ഒരു ബൈക്ക് ബ്രേക്ക് ഇട്ടാലോ ബൈക്ക് ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കാം. ഒരു വലിയ ഹെവി വാഹനം അല്ലെങ്കിൽ ഒരു ചരക്ക് ലോറി ബ്രേക്ക് ഇട്ടാൽ അവിടെ തന്നെ നിൽക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ ഓരോ വാഹനത്തിനും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഡിഫറന്റ് ആയിരിക്കും. അപ്പൊ ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്തെല്ലാം ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വാഹനത്തിന്റെ മാസാണ്. നല്ല വെയിറ്റ് ഉള്ള ഒരു വാഹനം ബ്രേക്ക് ഇട്ട് അവിടെ തന്നെ നിൽക്കണമെന്നില്ല. അത് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ആ വാഹനം എന്ത് ചെയ്യത്തുള്ളൂ, നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയുന്ന ബൈക്കൊന്നും എങ്ങനെ യാത്ര ചെയ്ത് ട്രിപ്പിൾ അടിച്ച് യാത്ര ചെയ്ത് നമ്മൾ പറയത്തില്ലേ, അതിനുള്ള കാരണം അതാണ്. പിന്നെ രണ്ടാമത് വാഹനത്തിന്റെ സ്പീഡ്. വാഹനം നല്ല സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ബ്രേക്ക് ഇട്ട് എന്ത് ചെയ്തില്ല, അവിടെ തന്നെ നിൽക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയും ഓവർ സ്പീഡ് പാടില്ലെന്ന് പറയാം അല്ലെ. മൂന്നാമത് വാഹനത്തിന്റെ ടയറിന്റെ കപ്പാസിറ്റി, ബ്രേക്കിംഗ് കപ്പാസിറ്റി, ഫ്രിക്ഷൻ, ഇങ്ങനെ പല ഘടകങ്ങളും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. എപ്പോഴും നമ്മൾ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പരമാവധി എന്ത് ചെയ്യുക, വേഗത കുറച്ച് മാത്രം പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഇത് എങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ V² = U² + 2AS ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാലോ. B എന്ന് പറഞ്ഞ വസ്തുവിന്റെ എന്താ, ഫൈനൽ വെലോസിറ്റി ആണ്. U എന്ന് പറഞ്ഞാൽ എന്താ, ഇനിഷ്യൽ വെലോസിറ്റി. A എന്ന് പറഞ്ഞാൽ എന്താ, ആക്സിലറേഷൻ. S എന്ന് പറയുമ്പോൾ എന്താ, ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നമ്മൾ നോക്കണ്ടേ, വാഹനത്തിന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ വെലോസിറ്റി V എന്തായിട്ട് മാറും, 0 അല്ലേ. ഇപ്പൊ Vക്ക് വരെ എന്ത് ചെയ്യുക, 0 കൊടുത്താൽ U² + 2AS എങ്ങനെ എഴുതാം, 0 ആണ്. അങ്ങനെയാണ് U² എങ്ങനെ എഴുതാം, -2AS. S എങ്ങനെ എഴുതാം, U² - 2 എന്ന് എഴുതാം. S നെ നമുക്ക് റീപ്ലേസ് ചെയ്ത് DS എന്ന് കൊടുക്കാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വേണമെങ്കിൽ കൊടുക്കാം. സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇക്വേഷൻ ഇതാണ്, -U² എന്താണ്, 2 ആണ്. അത്രേ ഉള്ളൂ ഇതിനെ പറ്റി പഠിക്കാൻ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ പറ്റി പഠിക്കാൻ. അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്, when we apply brakes on a vehicle, it will stop after traveling a distance. The distance it travels before coming to rest is called stopping distance. Clear ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന സെക്ഷൻ ആണ് റിയാക്ഷൻ ടൈം. റിയാക്ഷൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു കാര്യം, നമ്മളിപ്പോ ബൈക്കിൽ പോകുന്നു, പെട്ടെന്ന് ഒരു അമ്മൂമ്മ നമ്മുടെ ക്ലോസ് വന്ന് നിൽക്കുന്നു, നമുക്ക് പെട്ടെന്ന് വണ്ടി നിർത്തണം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം അമ്മൂമ്മയെ കണ്ടു, പിന്നെ നമ്മൾ തലച്ചോറിലേക്ക് ഇമ്പൾസ് പോയി എന്ത് ചെയ്യണം. അപ്പൊ തലച്ചോറ് പറഞ്ഞു നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ആ നിർദ്ദേശം കിട്ടിയ പാടെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറയുന്നു. നമ്മുടെ കാലിലേക്ക് ആ സന്ദേശം വരുന്നു, ആ കാലം എന്ത് ചെയ്യുന്നു, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു അല്ലെ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, ഒരു ആക്ഷൻ അവിടെ നടക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം, ഒബ്സർവേഷൻ നടക്കണം, നിരീക്ഷിക്കുക, തിങ്ക് ചെയ്യുക, ചിന്തിക്കുക, ആക്ട് ചെയ്യുക, നമ്മൾ അത് ചെയ്യുക. ഇപ്പൊ ഒരു പേന താഴേക്ക്, നമ്മൾ പേന പിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പേന താഴേക്ക് പോകുന്നത് കണ്ടു, എങ്ങനെ പിടിക്കണമെന്ന് ചിന്തിച്ചു, നമ്മൾ ആക്ട് ചെയ്തു. അപ്പൊ ഒബ്സർവേഷൻ, തിങ്കിങ്, ആക്ടിങ്, ഈ മൂന്നെണ്ണത്തിന് ഇടയ്ക്കുള്ള ടൈമിനെ നമ്മൾ വിളിക്കുന്നത് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ഒബ്സർവേഷൻ, തിങ്കിങ് ആൻഡ് ആക്ടിങ്. ഈ മൂന്നെണ്ണത്തിന് ഇടയിലുള്ള ടൈമിനെ വിളിക്കുന്നവരാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഒരാൾ മദ്യപിച്ച് വാഹനം ഓടിക്കുവാനായിട്ട് റിയാക്ഷൻ ടൈം കൂടുതലായി. കാരണം എന്താണ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട, അയാൾ നിരീക്ഷിക്കണം, ഒബ്സർവ് ചെയ്യണം, അതിനെപ്പറ്റി തിങ്ക് ചെയ്യണം, അതിനെപ്പറ്റി ആക്ട് ചെയ്യണമല്ലോ. ടൈം കൂടുതൽ, അതിന്റെ ഫലമായിട്ടാണ് എന്ത് എപ്പോഴും കൂടുതൽ, ആക്സിഡന്റുകൾ എപ്പോഴും കൂടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക്ക് പഠിക്കാനുള്ള റിലേറ്റീവ് വെലോസിറ്റിയാണ്. പേര് തന്നെ ഉണ്ട്, ഒരു ബോഡിയുടെ വെലോസിറ്റി മറ്റൊന്നുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ അത്തരം വെലോസിറ്റി വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് വെലോസിറ്റി. ഒരു വസ്തുവിന്റെ വെലോസിറ്റി മറ്റൊന്നുമായി റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ ആണല്ലോ? ഇപ്പൊ രണ്ട് വസ്തുക്കൾ, ഒന്നാമത്തെ ബോഡി എ എന്ന് പറയുന്ന ബോഡിയാണ്, അതിന് സഞ്ചരിക്കുന്ന വേഗത VA ആണ്. രണ്ടാമത്തെ ബോഡി B ആണ്, വെലോസിറ്റി BB ആണ്. രണ്ടും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി VAB എന്ന് പറഞ്ഞാൽ ഒന്നിൽ മൈനസ് അടുത്തത് VA - VB ആണ്. റിലേറ്റീവ് വെലോസിറ്റി VBA എന്ന് പറഞ്ഞാലോ
ബി ബി മൈനസ് എന്തായിരിക്കും ബി ആയിരിക്കും. ഒരെണ്ണം അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആണെങ്കിലോ ബി എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ബി എ മൈനസ് മൈനസ് ബി ബി ആണ്. ദാറ്റ് ഈസ് ബി എ പ്ലസ് ബി ബി ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ എന്താ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. വെൻ വി അപ്ലൈ ബ്രേക്സ് ഓൺ എ വെഹിക്കിൾ, നമ്മൾ വാഹനത്തിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് സ്റ്റോപ്പ് ആവാൻ നിൽക്കുന്നു ആഫ്റ്റർ ട്രാവലിംഗ് എ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിനു ശേഷമാണ് അവ എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്. ദ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാവൽസ് ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് ഈസ് കാൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. കാരണം ഇക്വേഷൻ മൈനസ് യു സ്ക്വയർ ബൈ 2a. പിന്നെ പറഞ്ഞ എന്താ റിയാക്ഷൻ ടൈം, ദ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ എന്താ ഒബ്സർവേഷൻ തിങ്കിങ് ആൻഡ് ആക്ടിങ്. പിന്നെ പറഞ്ഞ എന്താ റിലേറ്റീവ് വെലോസിറ്റി ഇസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ തിയറിയായിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ് ഫ്രീ ഫോൾ. ഒരു ബോഡി ഫ്രീ ഫോൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡി ഭൂമിയുടെ ഇൻഫ്ലുവൻസ് മൂലം ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം താഴേക്ക് വീഴുന്നതിനാണ് നമ്മൾ അതിനെ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം ആ ബോഡി താഴേക്ക് വീഴുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന വെയിറ്റ് 0 ആയിരിക്കും. ഫ്രീലി എന്താ എ ബോഡി ഫോളിംഗ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ദ വെയിറ്റ് ഓഫ് ദ ബോഡി ബിക്കംസ് എന്താണ് 0. ആ ബോഡിക്ക് എന്ത് അനുഭവപ്പെടുന്നില്ല വെയിറ്റ് അനുഭവപ്പെടുന്നില്ല, ആ ബോഡി വെയിറ്റ്ലെസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് എ സർട്ടൺ വെലോസിറ്റി സബ്ജക്റ്റഡ് ടു എ റിട്ടാർഡേഷൻ ഓഫ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒരു നിശ്ചിത വെലോസിറ്റിയിൽ ഒരു നിശ്ചിത വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് വേഗത കുറഞ്ഞു വരുന്നു. പിന്നെ റിട്ടാർഡേഷൻ ഡീസിലറേഷൻ എത്ര 4 എന്ന് പറഞ്ഞാൽ കുറയുവാണ്. ഇഫ് ദ പാർട്ടിക്കിൾ റിട്ടേൺസ് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് 12 സെക്കൻഡ് 12 സെക്കൻഡ് ഉണ്ടാവുക പഴയ അവസ്ഥയിൽ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചു വരുന്നു. ഒരു വസ്തു അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുവാണ്. 12 സെക്കൻഡ് ഉണ്ടാവുക തുടങ്ങിയെടുത്തേക്ക് തന്നെ തിരിച്ചു വരുവാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി കാണും. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കുക ഒരു വസ്തു തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചു വരുമല്ലേ. അപ്പൊ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താ 0 ആണ്. കണ്ടോ എക്ക് പകരം 4 റിട്ടാർഡേഷൻ ആണ് -4 കൊടുക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ആണല്ലോ. ടൈം വന്നിട്ടുണ്ട് ടി സമയം എത്രയാണ് 12 സെക്കൻഡ് ആണ്. ഇക്വേഷൻ കൊടുക്കണം. എസ് ഈക്വൽ ടു എന്താ ut അധികം ഹാഫ് at സ്ക്വയർ ആണല്ലോ. എസിന് 0 കൊടുത്താലോ യുന് വരും എന്താ യു നമുക്ക് കണ്ടുപിടിക്കണം. യു ഇൻറ്റു ടി എത്ര 12 അധികം ഹാഫ് ഇൻറ്റു -4 ഇൻറ്റു 12 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 സമം 12u പ്ലസ് മൈനസ് ഹാഫ് ഇൻറ്റു -4 ഇൻറ്റു 12 സ്ക്വയർ 144. കണ്ടല്ലോ വെട്ടിക്കളയാല 2 147 ഇൻറ്റു 2 എത്ര -2 എത്ര -288 അല്ലേ. കിട്ടും 0 സമം 12u മൈനസ് 287. നമുക്ക് എഴുതാം. ഇത് മാറ്റി എഴുതുവാണേ 12u ഇസുകെട്ട് എത്ര 288. യു സമം എന്താണ് 288/12 വെട്ടിക്കളയാലോ. അപ്പൊ അവര് എഴുതുമ്പോ അങ്ങനെ എഴുതാം 144 എന്താ വീണ്ടും പെട്ടാലോ 72/3 72 3 ഡിവൈഡ് ചെയ്ത് എത്ര 3 23 6 1 12 57 24 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് എന്ന് പറഞ്ഞാല് ഇനിഷ്യൽ വെലോസിറ്റി. അപ്പൊ ഒന്നുമില്ല ഇത്രേ ഉള്ളൂ. എ പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് എ സർട്ടൺ വെലോസിറ്റി സബ്ജക്ട് ടു എ റിട്ടാർഡേഷൻ ഓഫ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് നിശ്ചിത വെലോസിറ്റി സഞ്ചരിക്കുന്ന വസ്തുവിന് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് സ്പീഡ് കുറഞ്ഞു വരുമോ. അങ്ങനെ 12 സെക്കൻഡ് കൊണ്ട് ആ വസ്തു തുടങ്ങിയെടുത്ത് വരുന്നത്. അങ്ങനെയാണ് ഇനിഷ്യൽ വെലോസിറ്റി എത്ര തന്നിരിക്കുന്നിടത്ത് എഴുതി എസ് സമം എത്ര 0. എന്തുകൊണ്ട് എസ് 0 ആയത് വസ്തു തുടങ്ങിയെടുത്ത് തിരിച്ചെന്ന് എസ് എപ്പോഴും എന്താ 0 പിന്നെ പറഞ്ഞിട്ടുണ്ട് എ -4 ടി 12 ഇക്വേഷൻ കൊടുത്ത് ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. നമുക്കിനി അടുത്തതായിട്ട് ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൈനമാറ്റിക് ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട് ചലന സമവാക്യവുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. നോക്കാം നമുക്ക്. A ball is thrown vertically upwards with a velocity of 20 meter per second from the top of a multi-story building. ഒരു ബഹുനില കെട്ടിടം ഒരു വലിയ ബിൽഡിംഗിന്റെ മുകളിൽ നിന്നും ഒരു പന്തിനെ നമ്മൾ മുകളിലേക്ക് എറിയുക. ആ പന്തിനെ മുകളിലേക്ക് എറിയുന്ന വെലോസിറ്റി എന്താണ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അവർ പറഞ്ഞിരിക്കുന്നു ദ ഹൈറ്റ് ഓഫ് ദ പോയിന്റ് വെയർ ബോൾ ഈസ് ത്രോൺ ഈസ് 25 മീറ്റർ ഫ്രം ദി ഗ്രൗണ്ട്. നമ്മൾ എറിയത്തില്ലേ ആ പോയിന്റ് അല്ലെങ്കിൽ ആ കെട്ടിടം എന്ന് പറയുന്നത് 25 മീറ്റർ താഴെ 25 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടമാണ്. അവിടെ നിന്ന് നമ്മൾ പന്ത് എന്ത് ചെയ്യരുത് മുകളിലേക്ക് എറിയുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്. ഇതിന് മുകളിലേക്ക് എറിയുന്ന പന്ത് എത്ര ദൂരം മുകളിലേക്ക് പോകും അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബാൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. ഈ ബോൾ മുകളിൽ പോവല്ലോ മുകളിൽ കൂടെ താഴെ വന്ന് വീഴുമല്ലോ. പന്ത് നമ്മൾ എന്ത് ചെയ്യും മുകളിലേക്ക് എറിഞ്ഞു പന്ത് ഇങ്ങനെ മുകളിലേക്ക് കൂടെ താഴെ വന്ന് വീഴും. എത്ര സമയം എടുത്തു അവർ പറഞ്ഞിരിക്കുന്നു ജിയുടെ വരെ എത്ര എടുക്കുക 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കുക. ഇത്രയും കാര്യമേ ഉള്ളൂ.
ഒരു കെട്ടിടം 25 മീറ്റർ നീളമുള്ള കെട്ടിടത്തിൽ നിന്ന് മുകളിൽ നിന്നും 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ പന്തിനെ മുകളിലേക്ക് എറിഞ്ഞു. ആ പന്ത് എത്ര ദൂരം മുകളിലേക്ക് പോയി, പിന്നെ താഴെ വന്ന് വീഴുന്ന സമയം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പടം വരയ്ക്കുക. ഈ തന്നിരിക്കുന്ന ഡേറ്റയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫിഗർ വരയ്ക്കുക. എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ ഒരു ഫിഗർ വരച്ചിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പൊ ഒരു പറഞ്ഞിരിക്കുന്ന ഇതാണ് 25 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു കെട്ടിടം. അപ്പൊ 25 മീറ്റർ കണ്ടോ. ഇതിന്റെ മുകളിൽ നിന്ന് ഒരു പന്ത് മുകളിലേക്ക് വന്നു. അപ്പൊ മുകളിൽ പോയി എന്ത് ചെയ്തു, താഴേക്ക് വന്നു. മുകളിലേക്ക് വന്ന വെലോസിറ്റി എത്ര, 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് എഴുതുക. ആദ്യം തന്നിട്ടുണ്ട് മുകളിലേക്ക് എറിഞ്ഞ വെലോസിറ്റി, ആദ്യത്തെ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി യൂസ് എങ്ങനെ എഴുതാം, 20 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ. അപ്പൊ അത് മുകളിൽ ജസ്റ്റ് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മുകളിൽ നിന്നിട്ടല്ലേ താഴോട്ട് വരത്തുള്ളൂ. അപ്പൊ ബി സമയം എന്താ, 0 ആണ്. ജി തന്നിട്ടുണ്ട് എത്ര, 10 ആണ് അല്ലെ. എല്ലാ വസ്തുക്കളെയും ഭൂമി താഴോട്ട് ആകർഷിക്കുന്നു. ഇവിടെ പന്ത് മുകളിലേക്കല്ലേ പോയത്. അപ്പൊ ജി സമയം -10 എന്ന് എടുക്കണം. ആദ്യം നമ്മളോട് പറഞ്ഞു ഹൗ ഹൈ വിൽ ദ ബാൾ റൈസ്, ബാൾ എത്ര മുകളിലേക്ക് പോയി. ഇങ്ങനെ മുകളിലേക്ക് ഇട്ടപ്പോ ബോൾ എത്ര ദൂരം മുകളിലേക്ക് പോയി. അപ്പൊ നമ്മൾ കണ്ട എസ് ആണ്. എസ് കണ്ടുപിടിക്കണം, എത്ര ദൂരം. നമുക്കറിയാം ബി ഉണ്ട്, യു ഉണ്ട്, ജി ഉണ്ട്, എസ് ഉണ്ട്. ഏതൊക്കെ ഉപയോഗിക്കാം, ബി സ്ക്വയർ ഈസ് ഇക്വൽ എന്താ, യു സ്ക്വയർ പ്ലസ് 2as. ബിക്ക് വരെ 0 ആണല്ലോ. 0 സമം യുവിന് വരെ എത്ര, 20. 20ന്റെ സ്ക്വയറെ അധികം 2 ഇൻറ്റു എക്ക് വരെ -10 ഇൻറ്റു എസ് അല്ലെ. 20ന്റെ സ്ക്വയർ എത്ര, 400 മൈനസ് 20 എസ് ഈസ് ഇക്വൽ ടു 0. നമുക്ക് എഴുതാം 20 എസ് എന്ന് പറഞ്ഞാൽ എന്താ, 400 എസ് ഈസ് ഇക്വൽ ടു എന്താ, 400/20 ദാറ്റ് ഈസ് ഇക്വൽ ടു എന്താ, 20 മീറ്റർ. കണ്ടോ. നമുക്ക് ആൻസർ കിട്ടി. പന്ത് എത്ര ദൂരം മുകളിലേക്ക് പോയി, 20 മീറ്റർ ദൂരം പന്ത് എന്ത് ചെയ്തു, മുകളിലേക്ക്. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക, അതുമായി റിലേറ്റ് ചെയ്ത ഇക്വേഷൻസ് ഉപയോഗിക്കുക. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു കാൽക്കുലേറ്റ് ദ ടൈം when the ball hits the ground. ആ ബോൾ മുകളിലോട്ട് പോയല്ലോ, എന്നിട്ട് താഴെ വന്ന് വീണല്ലോ, അപ്പോൾ ഉള്ള സമയം കാണുക. നമുക്ക് രണ്ട് രീതി ചെയ്യാം. അത് നമുക്ക് ചെയ്യേണ്ടത് ബോൾ മുകളിലേക്ക് പോകാനെടുത്ത സമയം കാണുക, അധികം പിന്നെ എന്ത് ചെയ്യുക, ബോൾ താഴേക്ക് വീഴാനെടുത്ത സമയം ചെയ്യുക. അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നു. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ യു ഉണ്ട്, 20 ഉണ്ട് അല്ലെ. ബി എത്ര, മുകളിലേക്ക് ഉള്ള കേസ് എടുക്കും. ബി എത്ര, 0. ജി എത്ര, -10 അല്ലേ. ടൈം അല്ലേ കാണേണ്ടത്. ഇപ്പൊ ഇക്വേഷൻ ഇതാണ്. ബി സമയം എന്താ, യു പ്ലസ് 80. 0 സമയം യു എത്ര, 20 അധികം എക്ക് വരെ -10 ഇൻറ്റു ടി അല്ലെ. 20 -10 ടി ഈസ് ഇക്വൽ ടു എങ്ങനെ, 0. 10 ടി സമയം എങ്ങനെ എഴുതാം, 20. ടി സമയം എന്താ, 20/10 ഈസ് ഇക്വൽ ടു 2 സെക്കൻഡ് എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് കിട്ടിയ എന്താണെന്ന് അറിയാമോ, മുകളിലേക്ക് പോകാൻ വേണ്ടി എടുത്ത സമയമല്ലേ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, താഴേക്ക് വീഴുവാൻ വേണ്ടി എടുത്ത സമയം കാണണം. അത് നമുക്ക് എങ്ങനെ ചെയ്യാം, എളുപ്പമാണ്. പന്ത് ഏറ്റവും മുകളിൽ ഇപ്പൊ നിൽക്കുവാണെന്ന് കരുതുക. മുകളിലോട്ട് പന്ത് അവിടെ നിൽക്കുക, താഴേക്കല്ലേ കണ്ടത്. അപ്പൊ അറിയാം ഇനിഷ്യൽ വെലോസിറ്റി എന്താ, 0 ആണ്. താഴേക്ക് എത്ര ദൂരം സഞ്ചരിക്കും, ഈ ടവറിന് നില 25, പിന്നെ 20 മീറ്റർ കൂടി അല്ലേ പന്ത് പോയ. അപ്പൊ ആകെ ദൂരം എത്ര, 45. താഴേക്ക് കണ്ട a+10 ആണ്. ടൈം അല്ലേ കണ്ടത്. ഇക്വേഷൻ എസ് ഈസ് ഇക്വൽ ടു എന്താ, ut പ്ലസ് ½ at സ്ക്വയർ. ദാറ്റ് ഈസ് 45 സമം യു എത്ര, 0 അല്ലേ. 0 × t 0 ആയിട്ട് പോയല്ലോ. ½ × 10 t സ്ക്വയർ. ദാറ്റ് ഈസ് 5 t സ്ക്വയർ സമയം എത്ര, 45. t സ്ക്വയർ സമയം എത്ര, 9. t സമയം എത്ര, 3. കണ്ടോ. ടൈം 3 കിട്ടി. താഴേക്ക് വരുന്ന സമയം എന്ത് കിട്ടി, 3. അങ്ങനെയാണ് ആകെ ടൈം എങ്ങനെ എഴുതാം, 2 അധികം 3. മുകളിലോട്ട് പോകുന്ന 2 അധികം താഴേക്ക് വരുന്ന 3. ആകെ ടൈം എങ്ങനെ എഴുതാം, 5 സെക്കൻഡ് എഴുതാം. അപ്പൊ എപ്പോഴും ചെയ്യേണ്ട എന്താ, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഇവിടെ യു 0 ആണ്, ഏറ്റവും മുകളിൽ നിൽക്കുമല്ലേ. ഒരു വസ്തുവിന്റെ വെലോസിറ്റി ഉണ്ടായ അവസ്ഥ പിന്നെയും മുകളിലേക്ക് പോകാനും, വെലോസിറ്റി ഉണ്ടായാലും മുകളിലേക്ക് പോകാനും. പക്ഷെ വെലോസിറ്റി ഇല്ലല്ലോ. അപ്പൊ യു സമയം എന്താ, 0. എസ് 45 എങ്ങനെ കിട്ടി, ടവറിന്റെ ഹൈറ്റ് 25, ബാക്കി മുകളിലേക്ക് 20. ആകെ എത്ര കിട്ടി, 45. എ സമം 10. എല്ലാ വസ്തുക്കളെയും ഭൂമി എങ്ങോട്ട് ആകർഷിക്കും, താഴേക്ക്. അപ്പൊ ആ ഭൂമിയുടെ അതേ ദശയിലോട്ടാണെങ്കിൽ S1+ എന്നുള്ളത്. ഇതാണ് ഒരു മെത്തേഡ്. അപ്പൊ ടോട്ടൽ ടൈം 5 കിട്ടിയല്ലോ. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്, അതുകൊണ്ട് അറിഞ്ഞിരിക്കുക. നമ്മൾ ഒരു ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്ത് നമുക്ക് പഠിക്കണം. ആ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് h മൈനസ് h0 ഈസ് ഇക്വൽ ടു ut അധികം ½ at സ്ക്വയർ ആണ്. h എന്ന് പറഞ്ഞാൽ ഫൈനൽ ഹൈറ്റ്. ഏത് വസ്തുവും താഴെ വന്ന് വീണ് കഴിഞ്ഞാൽ ഫൈനൽ ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. h0 എന്ന് പറഞ്ഞാൽ വസ്തു എത്ര പൊക്കത്തിൽ നിന്നാണ് പറയുന്നത്, ആ ഹൈറ്റ് ആണ് h0. ഇവിടെ നമ്മൾക്ക് വന്നിരിക്കുന്നത് പന്ത് മുകളിലേക്ക് പോയിട്ട് താഴെ വന്ന് വീണെന്നല്ലേ. അപ്പൊ h എന്ന് പറയുമ്പോൾ ഫൈനൽ ഹൈറ്റ് എന്താ, ഗ്രൗണ്ടിൽ നിന്നുള്ള ദൂരം എന്താ, പന്ത് താഴെ വീണപ്പോ h എന്താ, 0. h0 എത്ര പൊക്കത്തിൽ നിറഞ്ഞേ, 25 അല്ലേ. യു തന്നിട്ടുണ്ടല്ലോ 20.
എ നമുക്കറിയാലോ, മുകളിലേക്ക് ഇട എത്ര? -10. വാല്യൂ കൊടുക്കുക. 0 - 25 എന്ന് പറഞ്ഞാൽ 20t അധികം ½ ഇൻറ്റു -10 ഇൻറ്റു t² ആണോ? ദാറ്റ് ഈസ് -25 എന്ന് പറഞ്ഞാൽ 20t -5t². കണ്ടോ? -25 സമത്തിന് അപ്പുറത്ത് കൊടുക്കാമല്ലോ. അന്നേരം എങ്ങനെ എഴുതാം? 20t - 5t² പ്ലസ് 25 എന്താ? 0 ആണല്ലോ. എല്ലാത്തിനും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 4 കൊണ്ടോ 5 കൊണ്ട് ചെയ്യാലോ. ഇപ്പൊ എങ്ങനെ ചെയ്യാം? 5 കൊണ്ട് ചെയ്യുമ്പോൾ ഇത് 4t - t² പ്ലസ് 5 0. തിരിച്ച് സമത്തിന് അപ്പുറം കൊണ്ടുവരിക. t² ആദ്യം കൊണ്ടുവരിക. t² കൊണ്ടുവന്നു. പ്ലസ് 40 ഇപ്പുറത്ത് വരുമ്പോൾ -40 -5 എന്താ? 0. കണ്ടോ? നിങ്ങൾ പരമാവധി വീഡിയോ റിപ്പീറ്റ് എടുത്ത് കണ്ട് സ്റ്റെപ്പുകൾ മനസ്സിലാക്കുക. നമ്മൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന നമുക്ക് ഓൺലൈൻ ക്ലാസ് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കാണുക. ഓരോ സ്റ്റെപ്പ് എങ്ങനെ കിട്ടിയെന്ന് നോക്കുക. ഓക്കെ. ഇനി ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? b² - 4ac കൊടുക്കണമല്ലോ. അപ്പൊ നമുക്ക് കൊടുക്കാം b² - 4ac എന്ന് പറഞ്ഞാൽ b യുടെ സ്ഥാനത്ത് എത്ര? -4 അല്ലേ? അപ്പം -4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു യുടെ സ്ഥാനത്ത് എത്ര? 1. c യുടെ സ്ഥാനത്ത് എത്ര? -5. 16 മൈനസ് 20. 16 പ്ലസ് 20 എത്ര കിട്ടി? 36. കണ്ടോ? t² - 4ac 36 കിട്ടിയല്ലോ. ഇനി സൊല്യൂഷൻ കാണുന്ന ഇക്വേഷൻ എന്താ? x = -p പ്ലസ് ഓർ മൈനസ് c = -p പ്ലസ് ഓർ മൈനസ് √b² - 4ac/2a. ദാറ്റ് ഈസ് b യുടെ സ്ഥാനത്ത് -4 അല്ലേ? മൈനസ് വരുമ്പോൾ +4. 4 പ്ലസ് ഓർ മൈനസ് √36/2. 4 പ്ലസ് ഓർ മൈനസ് 6/2 നമുക്ക് കിട്ടും 10/2 കിട്ടും മൈനസ് 2/2 കിട്ടും. ടൈം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് ഇടുക. 10/2 എത്ര? 5. ഒറ്റയടിക്ക് 5 സെക്കൻഡ് കിട്ടിയല്ലോ. ഇക്വേഷൻ എപ്പോഴും അറിയുക h - h0 = ut പ്ലസ് എന്താണ്? ½ പ്രോബ്ലം മനസ്സിലായ റിപ്പീറ്റ് അടിച്ചതാണ് കേട്ടോ. ഓക്കെ. അടുത്ത വീണ്ടും ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ വരുവാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ട്രെയിൻ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. ഒരു ട്രെയിൻ നിശ്ചലാവസ്ഥയിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്യുക. ട്രെയിൻ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 1 m/s². പതുക്കെ അവൻ മൂവ് ചെയ്യുവാണ്. മൂവ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് എത്രയാണ്? 1 m/s² ആണ് അതിന്റെ സ്പീഡ്. പിന്നെ പറഞ്ഞിരിക്കുന്നു ഫോർ 10 സെക്കൻഡ് അതേ സ്പീഡാണ്. ദെൻ വിത്ത് യൂണിഫോം വെലോസിറ്റി ഫോർ 2 മിനിറ്റ്. പിന്നെ 2 മിനിറ്റത്തേക്ക് ഒരേ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. യൂണിഫോം വെലോസിറ്റിയാണ്. ആൻഡ് ദെൻ വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ 2 m/s². പിന്നെ എന്റെ വേഗത കുറയുന്നു. 2 m/s² യൂണിഫോം റിട്ടാർഡേഷൻ ആണ്. ഫോർ 4 സെക്കൻഡ് അങ്ങനെയാണ്. കാൽക്കുലേറ്റ് ടോട്ടൽ ഡിസ്റ്റൻസ് താവണം. നമ്മൾ കണ്ടുപിടിക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് കാണും. ആ ട്രെയിൻ അത്രയും നേരം ആദ്യം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. 1 m/s² ആക്സിലറേഷനോട് വന്നു. പിന്നെ ഒരേ വേഗത്തിൽ സഞ്ചരിച്ചു. പിന്നെ ഇച്ചിരി സ്പീഡ് കുറഞ്ഞു. അപ്പൊ അത്രയും ദൂരം കൂടെ അവർ സഞ്ചരിച്ച ആകെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ. അപ്പൊ ആദ്യമാണ് നമ്മൾ ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂറിങ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഉള്ളപ്പോൾ ആ വസ്തു സഞ്ചരിച്ച ദൂരം കാണുന്നു. മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് 1 m/s² ആക്സിലറേഷൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആക്സിലറേഷൻ ഉള്ളപ്പോൾ ആ വസ്തു സഞ്ചരിച്ച ദൂരം കാണും. അതിനുവേണ്ടി നമ്മൾ തന്നിരിക്കുന്ന എല്ലാം എടുത്ത് u എന്താ? 0 ആണ്. a എന്താ? 1 m/s². അതെല്ലാം തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുണ്ട് t എത്ര? 10 സെക്കൻഡ് ആണ് അല്ലെ? s ആണ് ഇക്വേഷൻ എന്താ? s ut അധികം എന്താണ്? ½ at². that is equal to u എത്ര? 0 അല്ലേ? 0 to t 0 ആയിട്ട് പോകുമല്ലോ. ബാക്കി ½ ഇൻറ്റു 1 ഇൻറ്റു 10² that is equal to 100. 100/2 എത്ര? 50 മീറ്റർ. 50 മീറ്റർ ദൂരമാണ് ആ ട്രെയിൻ ആക്സിലറേഷനോടുകൂടി സഞ്ചരിച്ചത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു ഡിസ്റ്റൻസ് ട്രാവൽഡ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി സഞ്ചരിച്ച ഡിസ്റ്റൻസ്. അപ്പൊ ഇതെന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂറിങ് ആക്സിലറേഷൻ മീൻസ് u = 0 ആണ്. a എന്താ? 1 m/s² ആണ്. t എന്താ? 10 സെക്കൻഡ്. s ആണ് ഇക്വേഷൻ എന്താ? ut പ്ലസ് ½ at² വാല്യൂ കൊടുത്ത് ചെയ്തു. അടുത്ത ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂറിങ് യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പൊ അവിടെ നമുക്ക് തന്നിരിക്കുന്നത് എഴുതുക. v = u + at ആണ് അല്ലെ? u തന്നിട്ടുണ്ട്, 0 ആണ് തന്നിട്ടുണ്ട്. a എത്ര ആണ്? 1 ആണ്. t എത്ര ആണ്? 10 ആണ്. സോ എഴുതാം v എന്താണ്? 0 അധികം 1 ഇൻറ്റു 10 that is എന്താ? 10 m/s ആണ്. ഓക്കെ. പിന്നെ ടൈം 2 സെക്കൻഡ് അല്ലേ? ടൈം എത്രയാണ്?
2 മിനിറ്റ് ദൂരം യൂണിഫോം വെലോസിറ്റി അല്ല. ദാറ്റ് ഈസ് 2 into 60. ദാറ്റ് ഈസ് എത്ര? 120 സെക്കൻഡ്. ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ വെലോസിറ്റി ഇൻറ്റു ടൈം ആണല്ലോ. ദാറ്റ് ഈസ് എത്ര? 10 into 120. ദാറ്റ് ഈസ് 1200 മീറ്റർ. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച എന്താ? ആക്സിലറേഷനോട് കൂടിയുള്ള ദൂരം. രണ്ടാമത് കണ്ടുപിടിച്ച എന്താ? യൂണിഫോം വെലോസിറ്റിയുള്ള ദൂരമാണ് കണ്ടുപിടിച്ചത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നു ഡിസ്റ്റൻസ് കവേർഡ് ഡ്യൂറിംഗ് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് വേഗത കുറഞ്ഞു വരുമല്ലേ, അന്നേരം നമ്മൾ ഡിസ്റ്റൻസ് കാണാം. അവിടെ നമ്മൾ കൊടുക്കുന്ന ഇക്വേഷൻ എസ് ഈസിക്കൽ ടു എന്താണ്? യു ടി അധികം ഹാഫ് എ ടി സ്ക്വയർ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് ഈസിക്കൽ ടു നമ്മൾ കൊടുക്കുക എസ് ഈസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. യു എത്ര ഉണ്ട്? തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് സഞ്ചരിച്ചത്. എ അന്നേരം ആക്സിലറേഷൻ -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി. അന്നേരം ടി തന്നിട്ടുണ്ട് 4 സെക്കൻഡ് ആണ്. എസ് ഈസിക്കൽ ടു യു ടി പ്ലസ് 10 into 4 അധികം ഹാഫ് ഇൻറ്റു -10 into -2 into ടി സ്ക്വയർ. ദാറ്റ് ഈസ് 40 അധികം ഹാഫ് ഇൻറ്റു -2 into ടി സ്ക്വയർ അല്ലേ. -2 into ടി എത്ര? 4. ദാറ്റ് ഈസ് -2 into 16. വെട്ടാലോ 8. 40 പ്ലസ് -16 ദാറ്റ് ഈസ് 24 മീറ്റർ. അപ്പൊ നമുക്ക് 3 കിട്ടിയല്ലോ. ആദ്യം നമുക്ക് കിട്ടി 50 കിട്ടി, പിന്നീട് 1200 കിട്ടി, പിന്നീട് എത്ര കിട്ടി? 24. അപ്പൊ ആകെ ദൂരം സഞ്ചരിച്ച എത്രയാണ്? 50 അധികം 1200 അധികം 24. ദാറ്റ് ഈസ് ഇക്വൽ ടു എന്താണ്? 1274 മീറ്റർ ആണ് ആ ട്രെയിൻ എന്ത് ചെയ്തത്? ആകെ സഞ്ചരിച്ചത്.